പക്ഷേ ഇന്നലെ 500ഓളം കുടുംബങ്ങളായിരുന്നു. അത് കുറേ പേരൊക്കെ ഇന്ന് ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള അന്തിമമായ കണക്ക് ഇപ്പോൾ ലഭ്യമല്ല, കാരണം അത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ക്യാമ്പിലുള്ളവർ ക്യാമ്പിൽ ആരൊക്കെ എന്ന് പറയാനാവാത്ത ഒരു അവസ്ഥയുണ്ട്. എന്തായാലും ക്യാമ്പ് ഇപ്പോൾ ഉച്ചഭക്ഷണം കഴിഞ്ഞുള്ള ഒരു ശുചീകരണത്തിൻ്റെ സമയമാണ്. വളരെ നല്ല നിലയിൽ ക്യാമ്പ് മുന്നോട്ട് പോകുന്നു ആ അർത്ഥത്തിൽ. കാരണം ക്യാമ്പിൽ എല്ലാം നഷ്ടപ്പെട്ട് കടന്നെത്തിയ ആളുകൾക്ക് അന്നവും പാർപ്പിടവും ഒരുക്കുക എന്ന വിധത്തിൽ ഏറ്റവും കാര്യക്ഷമമായ വിധത്തിൽ ഒരു ദുരിതാശ്വാസ കേന്ദ്രത്തിൻ്റെ കഴിയാവുന്ന വിധത്തിൽ ക്യാമ്പ് മുന്നോട്ട് പോകുന്നു. പക്ഷേ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്ഷയ, രക്ഷപ്പെട്ടു വന്നു എന്ന് ഒരാളെപ്പോലും ഇവിടെ പറയാനാവില്ല എന്നുള്ളിടത്താണ് മറ്റ് പല ക്യാമ്പുകളിൽ നിന്നും ഇതിനെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത്. കാരണം നഷ്ടപ്പെടാത്ത ഒരാളും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എല്ലാവർക്കും ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ അന്നോളം കരുതി വെച്ച 3 നാൾ മുമ്പ് ആ കരുതി വെച്ച ആ മലയിടിഞ്ഞു വന്ന ആ പാതിര വരെ അവർ കരുതി വെച്ച മുഴുവൻ സ്വപ്നങ്ങളും അവർക്ക് നഷ്ടമായിരിക്കുന്നു. ആ സങ്കടത്തിൻ്റെ നടുവിലാണ് ഇവർ ഇവിടെ എത്തി നിൽക്കുന്നത്. എല്ലാ ആബാലവൃദ്ധം എന്ന് പറയുമ്പോൾ ആ വിധത്തിലുള്ള മുഴുവൻ ആളുകളും എത്തി നിൽക്കുന്നത് അത്തരത്തിലാണ്. ആ സങ്കടത്തിൽ നിന്ന് അവർ ഒന്നിച്ചു കൂടുന്ന ഒരു തൽക്കാല കേന്ദ്രം എന്നതിനപ്പുറത്ത് ഇവരുടെ ഇപ്പോഴും കാണാതായവരെ തേടി ഈ ക്യാമ്പിലേക്ക് എത്തിച്ചേരുന്നവരുണ്ട്. എല്ലാ ദിവസവും ക്യാമ്പുകൾ തോറും ഇവരെ കാണാനായി വന്നെത്തുന്നവരുണ്ട്. അങ്ങനെയുള്ള വലിയൊരു ജനക്കൂട്ടം, ആ വലിയൊരു ജനതതി ഇവിടെയുണ്ട്. അവർക്ക് ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവരെ കണക്ട് ചെയ്യുന്ന ഒരേ ഒരു വികാരം, ഇവരെ കൂട്ടി വിളക്കുന്ന ഒരേ ഒരു വികാരം സങ്കടം മാത്രമാണ്. ഇവരെ കണക്ട് ചെയ്യുന്ന ഒരേ ഒരു വികാരം സങ്കടവും ദുഃഖവും മാത്രമാണ്. അങ്ങനെയുള്ള ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ജീവിതം ഒരു പേക്കിനാവായി മാറിയവർ. മറ്റ് എന്ത് പറയാനാണ്? ഇതൊക്കെ കാണുന്നവരൊക്കെ നമ്മളോട് പറയുന്നത്, എനിക്കിവിടെ ആരോടും ചോദിക്കാൻ പോലും ഭയമായി തുടങ്ങി. കാരണം കേട്ടതിനേക്കാൾ വലിയ വിഷമങ്ങളാണ് കേൾക്കാനിരിക്കുന്നത് എന്ന വിധത്തിലുള്ള ആശങ്കകൾ. ഞാൻ ഉച്ചയ്ക്ക് ഒരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ 16 പേരാണ് മരിച്ചുപോയത്. മറ്റൊരാൾ എന്നോട് പറയുന്നു, ഒരു രാത്രി മുഴുവൻ ആ പുലർച്ചെ 2:30 മുതൽ രക്ഷിക്കണേ എന്ന പ്രാർത്ഥനയുമായി കുടുംബം ഒന്നിച്ച് കൂട്ടിപ്പിടിച്ച് ഇരിക്കുകയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ അക്ഷയ, അത്തരമൊരു ഘട്ടത്തിൽ ആരും കടന്നു വരുന്നില്ല. പിറ്റേന്ന് വൈകുന്നേരം വരെ ആരും കടന്നു വരുന്നില്ല. കടന്നു വരാൻ അസാധ്യമായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ സ്വന്തം വീട്ടിൽ അതിനു ചുറ്റും ഒരു ശബ്ദവുമില്ലാതെ ഇരമ്പിയൊഴുകുന്ന ആ പുഴയുടെ പേടിപ്പിക്കുന്ന ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ലാതെ അങ്ങനെ കിടക്കേണ്ടി വരുന്ന ആളുകൾ. നമുക്ക് ആലോചിച്ച് നോക്കൂ, ഒരു അരമണിക്കൂർ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ കടന്നുപോയാൽ എനിക്ക് തോന്നുന്നില്ല അത്രയേറെ തകർന്നു പോകുന്ന മനുഷ്യരാണ് നമ്മളൊക്കെ. പക്ഷേ വിധി അവരെ കൊണ്ട് എത്തിക്കുന്നത്, ഇവരാരും അതിമാനുഷ്യരൊന്നുമല്ല. ഇവരുടേതായ വിധത്തിൽ അവരുടെ തുച്ഛമായ ജീവിതങ്ങളുടെ, നമ്മുടെയൊക്കെ അത്തരത്തിലുള്ള സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള മനുഷ്യർ തന്നെയാണ് അവരൊക്കെ. അവരുടെ അങ്ങനെ ഒരു പകൽ, ഒരു ദിവസം മുഴുവൻ ചേർത്ത് പേടിയോടെ കഴിയേണ്ടി വരിക. ആ വിധത്തിലുള്ള മനുഷ്യരാണ് ഇവിടെ വന്ന് എത്തിയിരിക്കുന്നത്. അവർ നിൽക്കുമ്പോൾ നമുക്ക് ഇവരുടെ കണ്ണുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ഒരു ഭാഷയും ആവശ്യമില്ല ഇവരോട് സംസാരിക്കാൻ. ഇവരുടെ കണ്ണുകളിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് അറിയാം എന്താണ് അവിടെ അവർക്ക് ഈ ദുരന്തം നഷ്ടമാക്കിയത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. ഇവിടെ ഇപ്പോൾ തൽക്കാലത്തേക്ക് അന്നവും വസ്ത്രവും പാർപ്പിടവും ഒരുക്കിയിരിക്കുന്നു. പക്ഷേ വരും ദിവസങ്ങളിൽ ഈ സൗകര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങൾക്കും നടുവിൽ ജീവിച്ചിരുന്ന ആളുകളാണ്. ആ വരും ദിവസങ്ങളിൽ അവർക്ക് പുനരധിവസിപ്പിക്കുക എന്നത് വലിയ ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ നേരത്തെ ആനന്ദനൊക്കെ പറയുന്ന ഇന്നലെ നമ്മൾ പോയ അവിടെ കണ്ട ആ പാത നല്ല പാതയായിരുന്നപ്പോൾ അതിലൂടെ കടന്നുപോയവരാണിവർ, അതിലൂടെ നടന്നുപോയവരാണിവർ. പക്ഷേ ആ പ്രദേശം തന്നെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാകുന്നു. ആ പ്രദേശം തന്നെ നാമാവശേഷമാകുന്നു. ഈ മുണ്ടക്കൈ അങ്ങാടി
ചൂരൽമല, അതിന് മുകളിലുള്ള ചൂരൽമലയ്ക്ക് മുമ്പ് മുണ്ടക്കയ്ക്ക് അവിടെ പുഞ്ചിരിമട്ടം, ഈ പ്രദേശങ്ങളെല്ലാം എത്ര നല്ല പേരുകളായിരുന്നു. ആ പേരുകളൊന്നും ഇനി അങ്ങനെ, ആ ഒരു സ്ഥലം ഇനി അങ്ങനെ ഭൂമിയിലില്ല. അങ്ങനെ നിൽക്കുന്ന അവിടെ നിന്ന് ഒരു രാത്രി പ്രാണനും മാത്രം കൈപ്പിടിയിലെടുത്ത് ഓടി വരേണ്ടി വന്ന ആളുകളെയാണ് നമ്മളിവിടെ കാണുന്നത്. എല്ലാവരും എന്തിനാണ് ഇനി ജീവിക്കുന്നത് എന്ന് ചോദിക്കുന്നവർ, അവർക്ക് പരസ്പരം എല്ലാം ചേർന്ന് കണ്ട് ഒപ്പം നിന്ന് ജീവിച്ച ആളുകൾ, അവർക്ക് മറ്റ് പല മേഖലകളിലും ഉള്ളതിനേക്കാൾ ഇത്തരം ഗ്രാമീണമായ അവസ്ഥകളിൽ വല്ലാത്തൊരു വൈകാരിക ബന്ധം അവർ തമ്മിലും പരസ്പരം ഉണ്ടാവാറുണ്ട്. ആ ബന്ധം അതിനെക്കൂടി ഇവരെ യോജിപ്പിക്കുന്നു. പക്ഷേ അതിനപ്പുറത്ത് നിസ്സഹായത, നിരാലംബത്വം, അതാണ് ഇവരെ ചേർത്ത് നിർത്തുന്ന ഘടകം. നമ്മുടെ സങ്കടങ്ങൾ, അക്ഷയ നാളെ ഏത് മനുഷ്യനും ഒറ്റ രാത്രി കൊണ്ട്, അരക്ഷണം കൊണ്ട് ഇതുപോലെ നിസ്സഹായതയുടെ പരകോടിയിലേക്ക് ചെന്ന് പതിക്കാം എന്ന് തോന്നിപ്പിക്കുന്ന, എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഘടകം. ഏത് വലിയ കാലുകളിൽ നടന്നു നീങ്ങുന്ന നമ്മളെല്ലാം, അങ്ങനെ അഹങ്കരിച്ച് നീങ്ങുന്ന നമ്മളെല്ലാം ഒരു നിമിഷം കൊണ്ട് ഈ മണ്ണിൽ ഒരു പൊടിയോളം തകർന്നു വീഴും, ഒരു മൺതരിയോളം തകർന്നു വീഴും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണിതൊക്കെ. പക്ഷേ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പറയുന്ന സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങൾക്ക് ഇന്നൊരു പക്ഷേ പേരുകൾ മാത്രമായി അത് അവശേഷിക്കുന്ന കാഴ്ച കൂടി നമ്മൾ കാണുകയാണ്. അത് രണ്ട് ബോക്സുകളെ നമ്മൾ കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത്, ഒന്ന് ദുരന്ത ഭൂമിയാണ്, മറ്റൊന്ന് നമ്മൾ കണ്ട ദുരിതാശ്വാസ ക്യാമ്പാണ്.